ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റ് ഹലുവയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊടുത്തേക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. ഞാനിവിടെ 2 കിലോ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ സ്റ്റൗവിൽ വെച്ച് ഈ പാലിൽ ക്യാരറ്റ് നന്നായി തന്നെ വേവിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 കിലത്തിൽ കുറച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരകി മിക്സിയുടെ ജാറിലിട്ട് നന്നായി തന്നെ ക്രഷ് ചെയ്തെടുക്കുക. അതും കൂടി ഇതിലേക്കിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഇളക്കി ഇനി നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ മറ്റോ എടുത്ത് നമുക്കതിലേക്ക് നന്നായി തന്നെ 6 kg സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 പ്ലേറ്റിലായിട്ടാണ് 6 kg സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ നമ്മുടെ അലുവയുടെ വെള്ളമെല്ലാം മാറി അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ അടിഭാഗം ഒരു വെളുത്ത നിറത്തിലായിട്ട് വന്നാൽ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് നമുക്കത് കോരിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ പരന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് നന്നായി തന്നെ കൊട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായി തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ശേഷം നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിനെ നമുക്കിതുപോലെ പ്ലേറ്റ് വെച്ചൊന്ന് നന്നായി തന്നെ അമർത്തി കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് 4ആയി കട്ട് ചെയ്തെടുക്കാം. ഇത് സെറ്റായി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നന്നായി തന്നെ ഇതുപോലെ നന്നായി കൊട്ടിക്കൊടുക്കുക. ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ഹലുവ നന്നായി തന്നെ സെറ്റായിട്ടുണ്ടാവും. ഇത് ഞാൻ അതിനെ ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. 1-2 ആഴ്ചയോളം കേടുകൂടാതെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിതിനെ സൂക്ഷിക്കാൻ പറ്റും. ഇതുവരെയായിട്ടും ക്യാരറ്റ് ഹലുവ റെഡിയാക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.